ഞാൻ അഖിൽ ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. CSEB കോപ്പറേറ്റീവ് ബാങ്കിങ് പരീക്ഷകളിൽ മാത്തമാറ്റിക്സിൽ കോഡിങ്ങിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഡിങ്ങിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഉത്തരം കിട്ടും, എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറി കാണുക. എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നും എങ്ങനെയൊക്കെ ഉത്തരത്തിൽ എത്തിച്ചേരാമെന്നും നമ്മൾ വിശദമായി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ കയറി കണ്ടേക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: V into Q by B that is equal to 2, W into U by O that is equal to 2, അങ്ങനെ Y into R divided by U that is equal to question mark. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്ക് കോഡിങ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് A മുതൽ Z വരെയുള്ള നമ്പറുകൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് എഴുതുവാണ്. A B അത് എഴുതേണ്ട രീതി ഇതാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ABCD E F G H I J K L M N. ഈ M എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡിൽ ലെറ്ററാണ്. മൊത്തം 26 അക്ഷരമുണ്ട്. അതിൻ്റെ 26നെ 2 13ാമത്തെ ലെറ്റർ M മിഡിൽ. കഴിഞ്ഞിട്ട് N കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുതി പോകണം. N M N O P Q R S T U V W X Y Z. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്പരും കൂടെ ഇട്ട് കൊടുത്തേക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 പിന്നെ ബാക്കി ഇങ്ങോട്ട് 14 15 16 17 18 19 20 21 22 23 24 25 26. ഇനി ഒരു ചുമ്മാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. H നമ്പർ 8 ABCD നിന്ന് ഇങ്ങനെ നമ്പർ എടുത്ത് നോക്കുമ്പോൾ H 8ാമത്തെ ലെറ്ററാണ്. K എത്രാമത്തെ? 11ാമത്തെ ആഡ്. S എത്രാമത്തെ? 19ാമത്തെ ആഡ്. ഇനി മറ്റൊരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. H 8 നേരെ ഓർഡറി നമ്പർ എടുക്കുക. നമുക്ക് റിവേഴ്സ് ഓർഡർ എഴുതാം. Z Y X ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ H 19ാമതായിട്ട് വരും. J നോർമലി എഴുതുകയാണെങ്കിൽ 10, റിവേഴ്സ് ഓർഡറി എണ്ണുകയാണെങ്കിൽ J 17ാമതായിട്ട് വരും. മനസ്സിലായോ? അതായത് ഈ നമ്പർ കൊടുക്കുന്നത് നമുക്ക് കിട്ടും. ഈ നോർമലി 5, റിവേഴ്സ് ഓർഡർ ഇത് 1 2 3 എന്ന് പോവുകയാണെങ്കിൽ 22ാമത്തെ നമ്പറായിരിക്കും ഈക്ക് കിട്ടുന്നത്. അപ്പോൾ ഈക്ക് 5 ഉണ്ട് 22 ഉണ്ടെന്ന് ഓർക്കണം. ഐക്ക് 9 ഉണ്ട് 18 ഉണ്ട്. അപ്പോൾ 9 കൊടുത്ത് നിങ്ങൾ പരാജയപ്പെടുവാണെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള നമ്പർ കൊടുക്കാൻ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആദ്യ ചോദ്യം അതേ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അതിനകത്തോട്ട് പോകാം. V into Q by B. V into Q by B ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കണം, വിയുടെ നമ്പർ യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചേക്കുന്നത് ഈ 22 പകരം 5. മനസ്സിലായി? വിക്ക് അവർ ഉപയോഗിച്ചേക്കുന്ന 5. വിക്ക് അവർ ഉപയോഗിച്ചേക്കുന്ന 5. ക്യൂവിന് അവർ ഉപയോഗിച്ചേക്കുന്നത്, ക്യൂവിൻ്റെ നമ്പർ 17, പക്ഷേ 10 അവർ ഉപയോഗിച്ചേക്കുന്നത്. 10 ക്യൂവിന് 10 ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ നോക്കണം. പിന്നെന്ത് നമുക്ക് നേടേണ്ടത്? ബി യഥാർത്ഥത്തിൽ 2, പക്ഷേ അവർ ഉപയോഗിച്ചേക്കുന്നത് 25. റിവേഴ്സ് ഓർഡറിൽ 25. അപ്പോൾ 5 × 10/25. 5 × 10 ഡിവൈഡഡ് ബൈ 25. 5 × 10 എത്ര? 50. 50/25 എത്ര? 2. ആ 2 അവർക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ അല്ലേ? വീണ്ടും നിങ്ങളത് നോക്ക്. W × U ഡിവൈഡ് ബൈ O അതിൻ്റെ വാല്യൂ. ഡബ്ല്യുവിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കണം. ഡബ്ല്യുവിൻ്റെ വില എന്ന് പറഞ്ഞാൽ 23, പക്ഷേ അവർ ഉപയോഗിച്ചേക്കുന്നത് 4. അപ്പോൾ 4 ഉപയോഗിച്ചേക്കുന്നു. യു എത്ര ആയിരിക്കുമെന്ന് നോക്കി പറ. യു 21, പക്ഷേ റിവേഴ്സ് ഓർഡറിൽ 6 ഉപയോഗിക്കണം. 6. O എത്രയാണെന്ന് നോക്കി പറ. ഓയുടെ നമ്പർ 15, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ ഉപയോഗിക്കണം. 12. അപ്പോൾ 4 × 6 24. 24/12 2 അല്ലേ? 4 × 6 24. 24/12 2. ആ 2 കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം Y × R by U. Y × R ഡിവൈഡ് ബൈ U എങ്ങനെ കണ്ടെത്താം നോക്കാം. ആദ്യം വൈയുടെ നമ്പർ 25, പക്ഷേ ഏതാ ഉപയോഗിക്കേണ്ടത്? 2. ഓക്കെ,
2. അപ്പോൾ 2 ഇൻറ്റു 6ൻ്റെ നമ്പർ നിങ്ങൾ ആലോചിക്കണം. 6ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് 18ആണ്. 6ൻ്റെ നമ്പർ 18ആണ്, പക്ഷേ റിവേഴ്സ് നമ്പർ ഉപയോഗിക്കണം 9. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നത്? 9 കൊടുക്കുന്നത്. യുവിൻ്റെ നമ്പർ നിങ്ങൾ നോക്കണം. യുവിൻ്റെ നമ്പർ നമ്മളിവിടെ 6 ഉപയോഗിച്ചിട്ടുണ്ട്. ആ 6ആണ് ഇവിടെ കൊടുക്കേണ്ടത്. യുവിൻ്റെ നമ്പർ 6 അല്ലേ? എങ്ങനെ 6 കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? 6 എങ്ങനെ കൊടുത്തേക്കുന്നത്? യുവിൻ്റെ നമ്പർ 21ആണ്, പക്ഷേ റിവേഴ്സ് ഓർഡറാണ് അവർ ഉപയോഗിക്കേണ്ടത് 6. അപ്പോൾ 2 ഇൻറ്റു 9 18. 18/6 3 ഉത്തരം. ഇപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ. ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ അവർ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾ ആലോചിക്കുക, W23 ആണ്, പക്ഷേ അവർ ഉപയോഗിച്ചേക്കുന്ന 4 നമ്പർ കേട്ടോ. ഡബ്ല്യുവിന് ഉപയോഗിച്ചേക്കുന്ന നമ്പർ 4. ഓക്കെ. അപ്പം നോർമലി നമ്മളൊന്ന് നമ്പർ ഇട്ട് കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റേ നമ്പരും കൂടി ഇട്ട് കൊടുത്ത് നോക്കണമെന്നാണ് ഈ ചോദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. PKROK അതിനെ നമുക്ക് 7 2 9 6 2 ഇങ്ങനെ എഴുതാമെങ്കിൽ KRRPK ഇതിനെ നമുക്ക് 2 9 9 7 2 എന്നെഴുതാമെങ്കിൽ NJMLZ ഇതിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. സംഭവം വളരെ സിമ്പിളാണ്. പി എത്രാമത്തെ നമ്പരാണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. പി എത്രാമത്തെ നമ്പരാണെന്ന്. അപ്പോൾ പി യഥാർത്ഥത്തിൽ എത്രാമത്തെ നമ്പരാണ്? 16ാമത്തെ നമ്പരാണ്. 16. പക്ഷേ അവർ കൊടുത്തേക്കുന്നത് പിക്ക് 7ആണ്. എന്നുവെച്ചാൽ പി 16ാമത്തെ നമ്പരാണ്, പക്ഷേ 7 കൊടുത്ത്. അപ്പോൾ ആ 7 എങ്ങനെ കിട്ടിക്കാട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ 6 ഒന്നുകൂടെ കൂട്ടിയാൽ 7 കിട്ടത്തില്ലേ? കിട്ടും. ഇനി എല്ലായിടത്തും അങ്ങനെയാണോ? K 11ാമത്തെ നമ്പരാണ്. K പെട്ടെന്ന് ഓർക്കുക, 11 kV ലൈൻ 11K. ഓക്കെ. അപ്പോൾ K 11ആണ്. അപ്പോൾ ആ ഒന്നുകൂടെ കൂട്ടിയതല്ലേ 2. 6 18ആണ് കേട്ടോ. 6 18. 6 18. 8 1 9 കിടക്കുന്നത്. O 15ാമത്തെ നമ്പരാണ്. 5 1 6 കിടക്കുന്നത്. K 11ാമത്തെ നമ്പരാണ്. 1 1 2 കിടക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ P 16ാമത്തെ നമ്പർ K 11 6 18. ഒന്ന് ശ്രദ്ധിക്ക്. അതാണ്ട് 6 18 K 11. അത് നേരായ നമ്പരാണ്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ കൂട്ടല്ല, നേരായ നമ്പർ അവർ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അവിടെ വെച്ചേക്കുക. പിന്നെ ഇത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. K 11ആണ്, 1 1 കൂട്ടി 2. 6 18ആണ്, 1 8 കൂട്ടി 9. 6 18ആണ്, 8 1 കൂട്ടി 9. K 16 6 6 1 കൂട്ടി 7. K 11ആണ്, 1 1 കൂട്ടി 2. അങ്ങനെയാണ് N എത്രാമത്തെ ലെറ്റർ ആണ് നിങ്ങൾ എണ്ണി നോക്ക്. M മിഡിൽ ലെറ്ററാണ് 13. അപ്പോൾ N എത്ര? 14. അപ്പോൾ 4 ഒന്നുകൂടെ കൂട്ടുന്ന 5 അല്ലേ ഫസ്റ്റ് നമ്മുടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്? 5 തുടങ്ങുന്ന ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് ടിക്കിട്ടിട്ട് ബാക്കിയെല്ലാം വെട്ടിക്കളാം. ഉത്തരവായില്ലേ? ഓക്കെ. അപ്പോൾ J 10ാമത്തെ നമ്പരാണ്. ഇത് രണ്ടും കൂടെ കൂട്ട് 1 വരുന്നത്. M 13ാമത്തെ നമ്പരാണ്. 1 3 കൂട്ട് 4 വരുന്നത്. L 12ാമത്തെ നമ്പരാണ്. 1 2 കൂടെ കൂട്ട് 3 വരുന്നത്. Z 26ാമത്തെ നമ്പരാണ്. 2 6 കൂടെ കൂട്ടി 8. 5 1 4 3 8. ക്ലിയർ ആയില്ലേ സംഭവം? ഓക്കെ. അപ്പോൾ പോകാം അടുത്ത ചോദ്യത്തിലോട്ട്. കോഡ് MECF 4 എങ്ങനെ എഴുതാമെന്ന ചോദ്യം. അപ്പോൾ കോഡ് ഇത് സോൾവ് ചെയ്ത് ഒരു വെറൈറ്റി ചോദ്യമാണ്. ഇത് ഞാൻ എൻ്റെ താഴോട്ട് എഴുതുവാണ്, നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. MECF ശ്രദ്ധിക്കണം. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് എക്സ്പ്ലനേഷൻ മാത്രം നടത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ ആലോചിക്കണമെന്നുള്ള കഥകൾ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തുടരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് താഴോട്ട് എഴുതി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 4 ആണ്. FOUR. ഓക്കെ. സിയുടെ നമ്പർ 3 ആണേ. 3. എമ്മിൻ്റെ നമ്പർ 13 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ നോർമലി ചിന്തിക്കും 3 13 ആവണമെങ്കിൽ 10 കൂടണം. അപ്പോൾ കോഡിങ്ങിന് അങ്ങനെ 10 കൂട്ടി എഴുതുന്ന കഥ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. അതിനകത്ത് ഒരു സംശയത്തോടെ നിങ്ങൾ സമീപിക്കാവൂ. കോഡിങ്ങിലൊക്കെ 10 കൂട്ടുമോ എന്നേ ചിന്തിക്കാവൂ.
അപ്പോൾ 3 13 ആണെങ്കിൽ 10 കൂട്ടണം. അപ്പോൾ അത് റെയറാണ്, അങ്ങനെ സംഭവിക്കത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ഓടെ നമ്പർ 15 ഓ 15ാമത്തെ ലെറ്ററാണ്, ഈ 5 നിങ്ങൾ ഇവിടെ നോക്ക്, 15 5ആയി, 10 കുറഞ്ഞ്. അപ്പോൾ ഇവിടെ 10 കൂടി, ഇവിടെ 10 കുറഞ്ഞു. അപ്പോൾ ഇനി എല്ലായിടത്തും 10 കൂടി 10 കുറഞ്ഞ് 10 കൂടി 10 കുറഞ്ഞെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ ഡിയുടെ നമ്പർ നിങ്ങൾ 4 ഇട്ട് കൊടുത്ത് സിക്ക് 3ആയി. സി 3ാമത്തെ നമ്പറാണല്ലോ, ഇവിടെ 1 കുറഞ്ഞു. അതിപ്പോൾ ഒരു നല്ല നമ്പരല്ലല്ലോ. ഇ എന്ന് പറയുന്ന 5, എഫ് എന്ന് പറയുന്ന 6. ഓക്കെ, ഇനി നിങ്ങൾ മറ്റൊരു കഥ ഇതിനകത്തുണ്ട് കേട്ടോ. ഏറ്റവും പരമപ്രധാനമായ ഒരു പോയിൻ്റ് ഞാൻ ഒന്ന് പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. നമുക്കിതിനെ ഒന്ന് 2 ആക്കാം. 2 ആക്കി നിങ്ങൾ നോക്കി, ഈ 3ൻ്റെ സമീപത്തോ കിടക്കുന്ന നമ്പരുണ്ട്, ഈ 5 ഉണ്ട്. 15ൻ്റെ സമീപത്ത് ഈ 13 ഉണ്ട്. 4ൻ്റെ സമീപത്ത് 6 ഉണ്ട്. 5ൻ്റെ സമീപത്ത് 3 ഉണ്ട്. നിങ്ങളിങ്ങോട്ട് നോക്ക്, ഈ സീരീസ് എന്ന് പറഞ്ഞാൽ 3 5ആയി. ഇങ്ങോട്ടൊരു വര വരയ്ക്ക്. 3 5ആയി എന്ന് വെച്ചാൽ 2 കൂടി. 15 13ആയി. ഇങ്ങനൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? 2 കുറഞ്ഞ്. 4 6ആയി, 2 കൂടി. 5 3ആയി, 2 കുറഞ്ഞു. കണ്ടോ, ഇങ്ങനൊരു വ്യക്തമായൊരു റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ 4 എണ്ണത്തിനെ നമ്മൾ നടുക്കൂടെ വെച്ച് 2 ആക്കി. 2 കൂടി 2 കുറഞ്ഞ്, 2 കൂടി 2 കുറഞ്ഞ് എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. പക്ഷെ അത് എഴുതിയേക്കുന്നത് അവർ ക്രോസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം 2 കൂടി 2 കുറഞ്ഞ്, 2 കൂടി 2 കുറഞ്ഞ്, നടുക്കൂടെ ഒരു വര ഇട്ട് ക്രോസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ക്രോസ് ചെയ്യണം. എഴുതേണ്ടത് ക്രോസ് ചെയ്താണ്. ഓക്കെ, എഫിനോടൊപ്പം 2 കൂടി എത്ര കിട്ടും നിങ്ങൾ പറ. എഫ് എന്ന് പറയുന്ന 6ാമത്തെ ലെറ്ററാണ്. 6 + 2 8. 8ാമത്തെ ലെറ്റർ ആര്? എച്ച്. ഓ എന്ന് പറഞ്ഞാൽ 15ാമത്തെ നമ്പരാണ്. 15ൽ നിന്ന് 2 കുറഞ്ഞാൽ 13. 13ാമത്തെ ലെറ്റർ ആര്? എം. എം എച്ച് തുടങ്ങുന്ന നമ്പറിനെ എല്ലാം നിർത്ത്. സി മാത്രമേ ഉള്ളൂ. ബാക്കി എ വെട്ടി, ബി വെട്ടി, ഡി വെട്ടി, എം എച്ച്. ബാക്കിയും കൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. യു 21 21 + 2 23. ഡബ്ല്യു ആണ്. 6 എന്ന് പറഞ്ഞാൽ 18. 18 ൽ 4 22. 22ാമത്തെ ലെറ്റർ വി ആണ്. നിങ്ങൾക്കറിയാമോ ഈ 22 വി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ എഴുതി കാണിച്ചില്ലേ? A1 B2 പോപ്പം വി 22ാമത്തെ ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ എം എച്ച് 6ൽ നിന്ന് 4 കുറയണേ. 18ൽ നിന്ന് 4 കുറഞ്ഞാൽ ആരാ? 6 നമ്പർ 18. 2 കുറയണം, എല്ലാം കുളമായി നിൽക്കുക, എന്നാലും സാരമില്ല. 2 കൂടി 2 കുറഞ്ഞ്, 2 കൂടി 2 കുറഞ്ഞ്. നിങ്ങൾ നോക്ക്, 2 കൂടി 2 കുറഞ്ഞ്, 2 കൂടി 2 കുറയണം. ഞാൻ ഇവിടെ 4 കുറയാമെന്ന് ആദ്യം തന്നെ എഴുതി, ഫസ്റ്റ് മിസ്റ്റേക്ക്. 2 6 + 2 8 ഓക്കെയാണ്. 15 - 2 13 ഓക്കെയാണ്. 21 + 2 23 ഓക്കെയാണ്. 18 - 2 16. 16ാമത്തെ ലെറ്റർ പി. എം എച്ച് പി ഡബ്ല്യു. ഈ ഓപ്ഷൻ നോക്കിയപ്പോഴും അവിടെ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി കേട്ടോ. ഓക്കെ, കിടക്കട്ടെ, ഒരു തെറ്റൊക്കെ കിടക്കട്ടെന്ന്. അപ്പം 18ൽ നിന്ന് 2 പോയി, 16 പി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കൊരു പ്രോസസ്സിൽ കൂടെ കടന്ന് ഇതിനകത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യനൊക്കെ കാണപ്പോഴേ എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെയുള്ള ചിന്തകൾ, കുറേ ക്വസ്റ്റ്യൻ കാണപ്പോഴാണ് നമ്മുടെ മനസ്സിലെത്തപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഉത്തരം ഇതാണ്, എം എച്ച് പി ഡബ്ല്യു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡി എക്സ് പി ജി ഡബ്ല്യു എൻ. ഡി എക്സ് പി ജി ഡബ്ല്യു എൻ ജെ വി എൽ എം യു ജെ ഡാഷ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ നമുക്ക് നോക്കാം. ഡി 4, ജി 7, ജെ 10, എം 13. എന്ന് വെച്ചാൽ എം 13ാമത്തെ ലെറ്ററാണ്, ജെ 10ാമത്തെ ലെറ്ററാണ്, ജി 7ാമത്തെ ലെറ്ററാണ്, ഡി 4ാമത്തെ ലെറ്ററാണ്. നിങ്ങൾ നോക്ക്, 4നോടൊപ്പം 3 കൂട്ടപ്പോഴല്ലേ, ജസ്റ്റ് ഒരു 3 കൂട്ടപ്പോഴല്ലേ നമുക്ക് 7 കിട്ടുന്നത്. 7 + 3 അല്ലേ 10. 10 + 3 അല്ലേ 13. അപ്പോൾ 13 + 3 അല്ലേ ഇവിടെ വരേണ്ടത് 16. 16ാമത്തെ ലെറ്റർ നിങ്ങൾ നോക്കിയിട്ട് പറ. 16ാമത്തെ ലെറ്റർ ആര്? പി.
പി ആണ് 16ാമത്തെ ലെറ്റർ അല്ലേ? പി അല്ലേ? എം 13, എൻ 14, എം എൻ ഒ 15, ഒ കഴിഞ്ഞാൽ പി 16. അപ്പോൾ പിയിൽ തുടങ്ങുന്ന ഓപ്ഷനെ നിലനിർത്തിയിട്ട് ബാക്കി വെട്ടിയേക്കാം. എപ്പോഴും ഓപ്ഷനോടെ നോക്കിക്കോണം കേട്ടോ. ഇനി അടുത്ത എക്സ്. എക്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, എക്സ് 24 ഡബ്ല്യു 23 വി 22 ഇവിടെ ഇപ്പോൾ 1 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. യു 21 അപ്പോൾ 24 നിന്ന് 1 കുറഞ്ഞ് 23, 23 നിന്ന് 1 കുറഞ്ഞ് 22, 22 നിന്ന് 1 കുറഞ്ഞ് 21, 21 നിന്ന് 1 പറയുകയാണെങ്കിൽ 20, 20ാമത്തെ ലെറ്റർ ആര്? പി ക്യു ആർ എസ് ടി അല്ലേ? ടി 20. അപ്പോൾ പി ടി ഉള്ള ഓപ്ഷൻ 2 ടി ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഓപ്ഷൻ നോക്കിയായിരുന്നേ അടുത്തത് ടി ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലായേനെ. പിന്നെ 3ാമത്തെ ലെറ്റർ നോക്കിയാൽ മതിയായിരുന്നു. നമ്മളത് ചിന്തിച്ചില്ല, നമ്മുടെ മണ്ടത്തരം. സാരമില്ല. പി 16ാമത്തെ ലെറ്ററാണ്. എൻ ഇനി നമ്മൾ 3ാമത്തതാണ് നോക്കുന്നത്. എൻ 14ാമത്തെ ലെറ്ററാണ്. 16, 14 2 കുറഞ്ഞ്. എല് 12 14 നിന്ന് 2 കുറയുമ്പോഴാണ് 12 കിട്ടുന്നത്. ജെ 10 12 നിന്ന് 2 കുറയപ്പോഴാണ് 10 കിട്ടുന്നത്. അപ്പോൾ 10 നിന്ന് 2 കുറയപ്പോൾ 8, 8ാമത്തെ ലെറ്റർ എച്ച്. അപ്പോൾ പി ടി എച്ച് എന്ന് പറയുന്ന ഉത്തരം കിട്ടും. പി ടി എച്ച്, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ടോമിനെ 48 എന്ന് എഴുതാമെങ്കിൽ, ഡിക്ക് 27 എന്ന് എഴുതാമെങ്കിൽ, ഹാരിസിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ ടോം 48. നമുക്ക് ചുമ്മാ ഈ ടിയുടെ നമ്പർ ഒന്ന് ഇടാം. ടി 20, ടി 20, ഒ 15, എം 13. ഒന്ന് കൂട്ടി നോക്കാം. 20 + 15 + 13 48. ഈസി ആയല്ലോ. അപ്പോൾ ഡിക്ക് 27 ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഇനി ഇതല്ലെങ്കിൽ പോലും നിങ്ങൾ ഇതങ്ങ് കൂട്ടി നോക്കുക. ഡി 4, ഐ 9, സി 3, കെ 11. എല്ലാം കൂടെ കൂട്ട്. 9, 11, 20, 20, 7, 27. അപ്പോൾ പിന്നെ ഹാരിസ് നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ലേ. ഹാരിസ് എല്ലാത്തിൻ്റെ നമ്പർ അങ്ങോട്ട് ഇട്ടുവിടും. എച്ച് 8, എ 1, ആർ 18, ഐ 9, എസ് 19. കൂട്ടിക്കോ. 19, 9, 28, 18, 8, 26. പിന്നെ ഈ ഒരൊന്നുകൂടെ ഉണ്ടല്ലോ, 1. 19, 9, 28, 18, 8, 26. പിന്നെ 1. 8, 6, 14, 1, 15, 5. ഇഷ്ടം 1. 55 എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. റാറ്റ്, RAT, അതിനെ നമുക്ക് UXW എന്ന് എഴുതാം. അങ്ങനെയാണ് TOG. ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദ്യം. ആറിൻ്റെ നമ്പർ 18. കൂടുതലൊന്നും ചിന്തിക്കില്ല, നമ്മളങ്ങ് പോവാം. ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് യു ആണ് നിൽക്കുന്നത്. യുവിന് നമ്പർ 21. 18, 21. ജസ്റ്റ് 3 കൂടി എന്ന് നമ്മൾ വെറുതെ ആലോചിച്ച്. എയുടെ നമ്പർ 1, എക്സിൻ്റെ നമ്പർ 24. അതവിടെ നിൽക്കട്ടെ, വേറൊരു കഥ പിന്നെ പറഞ്ഞുതരാം. ടിയുടെ നമ്പർ 20, ഡബ്ല്യുവിൻ്റെ നമ്പർ 23. അത് 3 കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവസാനം നമുക്ക് 3 കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനവിടെ ആദ്യം നിങ്ങൾ 3 കൂട്ടുക, അവസാനം ഒന്ന് 3 കൂട്ടുക. അപ്പോൾ ടിയുടെ നമ്പർ 20, 20 + 3, 23, ഡബ്ല്യു. ഇടയ്ക്കൊരു നമ്പറുണ്ട്, പിന്നെ എഴുതാം. ജിയുടെ നമ്പർ 7, 7. ജി 7ാമത്തെ ലെറ്റർ. A B C D E F G. ജി 7ാമത് വരുന്ന സാധനമാണ്. അപ്പോൾ 7 + 3, 10. 3ാമത്തെ നമ്പരാണ്. 10ാമത്തെ ലെറ്റർ ജെ ആണ്, ജെ. ഓക്കെ. അപ്പോൾ WJ യിൽ തുടങ്ങുന്ന വല്ല ഓപ്ഷനും ഉണ്ടോ? ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നടുക്കത്തെ നമ്പർ എങ്ങനെ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ, 1 24 പറഞ്ഞാൽ അതൊരിക്കലും 23 കൂടിയതല്ല, കുറഞ്ഞതാണ് കേട്ടോ. എക്കകത്തുനിന്ന് 1 പറഞ്ഞാൽ എയുടെ തൊട്ട് മുമ്പുള്ള ഇസഡ് കിട്ടും. അതെങ്ങനെ എയുടെ തൊട്ട് മുമ്പ് ഇസഡ് വരുന്നത്? നമ്മൾ A B C D E ഇങ്ങനെ എഴുതി എം ഇ കൊണ്ടുവന്ന് നിർത്തിയിട്ട് NOP ഇങ്ങനെ തിരിച്ചെഴുതി. നമ്മൾ ആദ്യം എഴുതി കാണിച്ചത്. അങ്ങനെ ഇവിടെ ഇവരപ്പോൾ എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. W X Y Z ഇങ്ങനെ നമ്മൾ വന്ന് ഇവിടെ വന്ന് നിൽക്കും. എയുടെ നമ്പർ 1, ബിയുടെ നമ്പർ 2, സിയുടെ നമ്പർ 3, 4, അങ്ങനെ എക്സെട്ര ഇട്ട് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇസഡ് 26, Y 23, 25, X 24,
W23 അങ്ങനെയൊക്കെ പോകും. കണ്ടത് നമ്മൾ എപ്പോഴും ഒരു കാര്യം നോക്കണം, സിക്കകത്തുനിന്ന് 1 കുറഞ്ഞാൽ ബി ആണ്, സിക്കകത്തുനിന്ന് 2 കുറഞ്ഞാൽ എ ആണ്, സിക്കകത്തുനിന്ന് 3 കുറഞ്ഞാലോ 1 2 3 ഇസഡ് ആണ്. എക്കകത്തുനിന്ന് 1 കുറഞ്ഞാൽ അത് എയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഇസഡ് ആണ്. എക്കകത്തുനിന്ന് 2 കുറഞ്ഞാലോ വൈ ആണ്. എക്കകത്തുനിന്ന് 3 കുറഞ്ഞാലോ 1 2 3 എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എക്കകത്തുനിന്ന് 3 കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എക്സ് 24, 3 ലെറ്റർ ബാക്കിലോട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ O 15, 15 നിന്ന് 3 കുറഞ്ഞാൽ 12, 12ാമത്തെ ലെറ്റർ എൽ, WL. ഓക്കെ, അപ്പോൾ പോകാം അടുത്ത ചോദ്യം. റെഡിനെ നമുക്ക് 6 7 2 0 എന്ന് എഴുതാമെങ്കിൽ ഗ്രീനിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ആറ് നമ്പർ 18 ആണ്, ഇയുടെ നമ്പർ 5 ആണ്, ഡിയുടെ നമ്പർ 4 ആണ്. ഇത് കണ്ടിട്ട് ഈ 18 5 4 എങ്ങനെ 6 7 2 0 ആയി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 18നോടൊപ്പം നമ്മൾ 2 കൂട്ടുന്നു, അപ്പോൾ നമുക്ക് 20 കിട്ടും. 5നോടൊപ്പം 2 കൂട്ടുന്നു, അപ്പോൾ നമുക്ക് 7 കിട്ടും. 4നോടൊപ്പം 2 കൂട്ടുന്നു, അപ്പോൾ നമുക്ക് 6 കിട്ടും. ഈ 6 7 20 അതവർ തിരിച്ചെഴുതിയേക്കുക, റിവേഴ്സ് ഓർഡറിൽ അവർ എഴുതി വെച്ചേക്കുക അങ്ങോട്ട്. 6 7 20 കണ്ടില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യ്. ജിയുടെ നമ്പർ 7, 6 18 ആണ്, ഈ 5 ആണ്, ഈ 5 ആണ്, N 14 ആണ്. ഓക്കെ, എ മുതൽ ഇസഡ് വരെ എഴുതപ്പോൾ N 14ാമത്തെ ലെറ്ററാണ്. എല്ലാത്തിനോടൊപ്പം 2 കൂട്ടുക, അങ്ങനെയാണല്ലോ ഇവിടെയും ചെയ്തേക്കുന്നത്. എല്ലാത്തിനോടൊപ്പം 2 കൂട്ടുക, എന്നിട്ട് അവരത് റിവേഴ്സ് ഓർഡർ എഴുതിയേക്കുക. നമ്മളെ പറ്റിക്കുമോ അവർ? 7 2 9, 10 2 18 2 20, 5 2 7, 5 2 7, 14 2 16. ഇനി ഇത് റിവേഴ്സ് ഓർഡർ എഴുതിയാൽ മതി. 16 അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ച് എഴുതി പോകണം. 7 7 20 9 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? 16 77 29 കണ്ടിത്. ഓക്കെ, പോയാലോ അടുത്ത ദിവസത്തിലോട്ട്. ബെഡ് BED ഈസ് കോഡഡ് ആസ് 4 5 2. ചുമ്മാ നമ്പർ ഇട്. 2 5 D 4 254. അത് നേരെ തിരിച്ചെഴുതിയേക്കുക 452. കണ്ടോ? ചുമ്മാ നമ്പർ ഇട്ടിട്ട് അവർ റിവേഴ്സ് ഓർഡർ എഴുതിയേക്കുന്നു. അപ്പോൾ GIF, ജിയുടെ നമ്പർ 7, ഐയുടെ നമ്പർ 9, F നമ്പർ 6. G 7 ആണ്, I 9ാമത്തെ ലെറ്ററാണ്, F 6ാമത്തെ ലെറ്ററാണ്. ഇതവർ ഇങ്ങോട്ട് എഴുതിയിട്ട് അത് നേരെ തിരിച്ചെഴുതിയേക്കുക. തിരിച്ചാണ് എഴുതിയേക്കുന്നത് 4 5 2 4 5 2. അപ്പോൾ നമ്മുടെ ഉത്തരം 6 9 7 697 എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം. WUV, ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ ഈ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നോന്ന് ഓർക്കുന്നില്ല, അന്ന് കണ്ട ഒരു ഓർമ്മ. അന്ന് നോക്കട്ടെ. HGF ഡാഷ്, ഇതിനകത്ത് എന്തോ ഇതൊരു തിരിഞ്ഞങ്ങാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇത് മിസ്റ്റേക്കാണ്. കാരണം അന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തപ്പോൾ ഓർക്കുന്നു ഈ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഈ റീസെൻ്റായിട്ട് നടന്ന കോഡിങ് ചോദിച്ച ചോദ്യങ്ങളാണേ. അപ്പം ഇതവിടെ നിൽക്കട്ടെ, ബാക്കി നോക്കാം. R നമ്പർ 18 ആണ്, Qൻ്റെ നമ്പർ 17 ആണ്, Pൻ്റെ നമ്പർ 16 ആണ്, 18 17 16 കുറഞ്ഞുകൊണ്ടിരിക്കുക. Mൻ്റെ നമ്പർ 13, L 12, K 11, H 8 അല്ലേ, G 7, F 6. അപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി. C 3 2 1, ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഉത്തരവാൻ സാധ്യതയുണ്ട്. 4 C 3 ആണ്, A 1 ആണ്. ഇതെന്തായാലും ഉത്തരവല്ലേ? അല്ല. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുക, 1 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8 7 6 13 12 11 18 17 16. ഇപ്പോൾ ഇതിന് ഉത്തരവാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചാൻസാണ്, നമ്മൾ ചുമ്മാ ഒരു ഓപ്ഷൻ നോക്കി ചാൻസ് നോക്കിയതാണ്. B 2 ആണ്, A 1 ആണ്, Z 26 ആണ്. ഇതും 1 കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. D 4 ആണ്, C 3 ആണ്, B 2 ആണ്. ഇതിനും ചാൻസ് ഉണ്ട്. ചാൻസൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു പോയിൻ്റ്,
നിങ്ങൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കണം. ഈ 16 13 കാരണം ഇനി നമ്മളിവിടെ ഇതിന് മാത്രമേ വെട്ടിപ്പോയുള്ളൂ. ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നതിന് ഏതാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. 16 13 യഥാർത്ഥത്തിൽ 3 ഉറഞ്ഞിരിക്കുമല്ലേ. 16 3 ഉറയപ്പോഴല്ലേ 13 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇതിനകത്തോട്ട് ഈ പിയിൽ നിന്ന് 13-നകത്തോട്ടെത്താൻ എമ്മിനകത്തോട്ടെത്താൻ ജസ്റ്റ് 3 ഉറച്ചതാണ്. 11 3 ഉറയ്ക്കപ്പോഴല്ലേ 8 കിട്ടുന്നത്. അപ്പോൾ എഫിൽ നിന്ന് 3 ഉറച്ചാൽ 6 3 ഉറച്ചാൽ 3 വരും, സി. അപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ഓപ്ഷനിൽ സിയിൽ തുടങ്ങുന്നുണ്ട്. ഇതാണുള്ളത് ഓപ്ഷൻ എ. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 3 2 1 ബി എ, സി ബി എ. ഓക്കെ, അടുത്തത് ട്രെയിൻ, IRNAT അങ്ങനെ എഴുതാമെങ്കിൽ ട്രക്കിനെ എങ്ങനെ എഴുതാമെന്ന്. ട്രെയിൻ ഇത് എളുപ്പമാണ് കേട്ടോ. ട്രെയിനെ IRNAT അങ്ങനെ എഴുതാമെങ്കിൽ ട്രക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ട്രക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ചുമ്മാ ഒന്ന് ശ്രമിച്ച് നോക്കിക്കോ. ഇതിനകത്തുള്ള ലെറ്ററുകൾ തന്നെയല്ലേ ഇത്. ഇതിനകത്ത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഇതിനകത്ത് 1 2 3 4 5. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിനങ്ങനെ നമ്പർ എടുക്കണം. 1 2 3 4 5. ഇതിനകത്തുള്ള ലെറ്ററുകൾ തന്നെയാണ് ഇവിടെങ്കിൽ പിന്നെ എക്ക് 1 ബിക്ക് 2 സിക്ക് 3 അങ്ങനെയുള്ള ആ നമ്പരല്ല ഇവിടെ ഉപയോഗം. ഇവിടെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്തുള്ള ലെറ്റർ എങ്ങനെയോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കോ. അത് മാത്രം അന്വേഷിച്ചാൽ മതി. അപ്പോൾ A1 T1 R2 A3 I4 N5. എന്നിട്ട് ഇവിടെ കിട്ടിയ നമ്പർ 6ന് കിട്ടിയ 2 ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുക്കുക. ടിക്ക് കിട്ടിയ 1 ഇവിടെ കൊടുക്കുക. ഐക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം, 4 എന്നിന് എത്ര കിട്ടിയെന്ന് നോക്കാം, 5 എക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം, 3. 4 2 5 3 1. അതിവിടെ നിങ്ങൾ 1 2 3 4 5 എന്ന് കൊടുത്തിട്ട് ഇതേ ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. 4 2 5 3 1. നാലാമത്തെ ലെറ്റർ സി തുടങ്ങുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത 2 ഏതാ, 6. CRൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് വെട്ടിയേക്കുക, ബാക്കി എല്ലാ ഓപ്ഷനും വെട്ടിയേക്കുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, 5ാമത്തത് K, 3ാമത്തത് U, 1ാമത്തത് T. ശരിയല്ലേ? ഫിനിഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ADIP. ഇതിനെ നമുക്ക് DGLS എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ BEJQ ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദ്യം. ഓക്കെ, നിങ്ങളിങ്ങോട്ട് നോക്കിക്കൊള്ളുക. എയുടെ നമ്പർ 1, ഡിയുടെ നമ്പർ 4, 3 കൂടിയിരിക്കുന്നു. ഡിയുടെ നമ്പർ 4, ജിയുടെ നമ്പർ 7, 3 കൂടിയിരിക്കുന്നു. വെപ്രാളം പിടിച്ചങ്ങ് പഠിപ്പിക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ചുമ്മാ ഇരുന്നങ്ങ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ക്വസ്റ്റ്യൻ അങ്ങോട്ട് കാണുമ്പോഴേ അങ്ങ് ഇരുന്ന് ചെയ്യുക. വീഡിയോ പോസ് ആക്കി വെക്കുക, അങ്ങ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കുക, തുടർന്നൊന്ന് കാണുക. ഇച്ചിരി ഐഡിയ കിട്ടപ്പോഴേ ഞെക്കുക, ചെയ്യുക. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല കേട്ടോ. ഒന്നുമില്ല. ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷൻ. അപ്പോൾ ഐയുടെ നമ്പർ 9, L 12, 3 കൂടിയിരിക്കുന്നത്. P 16, S 19, 3 കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും 3 കൂടിയാൽ മതി. B 2, E 5, J 10, Q 17. എല്ലാത്തിനകത്ത് 3 തൊട്ട് 3 + 2 5. 5ാമത്തെ ലെറ്റർ ആര്? E അല്ലേ? ഈ തുടങ്ങുന്ന 2 ഓപ്ഷൻ ബാക്കി വിട്ട്. ഇതിനോടൊപ്പം 3 തൊട്ട് 5 3 8. 8ാമത്തെ ലെറ്റർ ആര്? H. ഈ H തുടങ്ങുന്ന ഒറ്റ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യ്, വിട്ട്. ഓക്കെ, ഇവിടെ 10 3 13. 13ാമത്തെ ലെറ്റർ M. 17 3 20. 20ാമത്തെ ലെറ്റർ T. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് നടക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളു, അതിവിടെ നിന്ന് ചെയ്തോ. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യും. BECF JAHE. BECF JAHE ഡാഷ്.
ബി 2 ആണ്, ഇ 5 ആണ്, സി 3 ആണ്, എഫ് 6 ആണ്, ജെ 10 ആണ്, എ 1 ആണ്. കണ്ട ഇവിടെ ഒരു ഓർഡറിൽ അങ്ങ് പോകുമായിരുന്നേ. 2 5 3 6 10, പിന്നെ അതിനേക്കായി വലിയൊരു നമ്പർ ഇത് 2-നേക്കായി വലുതായത്, 3-നേക്കായി വലുതായത്, 10-നേക്കായി വലുതാ ആണ് ഇതെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അങ്ങനെ വന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമല്ല ഇത്. കേട്ടോ, H8 ഈ 5. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ഈ 2 3 10 8 ഇതിനൊരു ഓർഡർ ഒന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളിതൊന്ന് കൂട്ടി നോക്കുക. ഇത് 2 കൂടെ കൂട്ടിയ 7 കിട്ടും, 6 3 കൂടെ കൂട്ടിയ 9 കിട്ടും, 10 1 കൂടെ കൂട്ടിയ 11 കിട്ടും, 8 5 കൂടെ കൂട്ടിയ 13 കിട്ടും. ഇതെന്ത്, ഇത് ഓഡ് നമ്പർ അല്ലേ? 7 9 11 13 അല്ലേ? 7 9 11 13. അപ്പോൾ ഇനി അടുത്ത ഏത് വരണം? 15 വരണം. അപ്പോൾ 15 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 15 കിട്ടാൻ ഇഷ്ടം പോലെ സംഖ്യകളുണ്ട്. 1 14 ഉണ്ട്, 2 13 ഉണ്ട്, 10 5 ഉണ്ട്, 8 7 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് കൂട്ടിയാൽ 15 കിട്ടുന്നത് ഏതുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഡി 4 ആണ്, H 8 ആണ്, 8 4 കൂടെ കൂട്ടിയ 12 കിട്ടത്തോളൂ. കേട്ടോ. എഫ് 6 ആണ്, ജെ 10 ആണ്. എഫ് 6-ാമത്തെ ലെറ്റർ, ജെ 10-ാമത്തെ ലെറ്റർ. 10 6 കൂടെ കൂട്ടിയ 16 കിട്ടുന്നത്. കേട്ടോ. കെ 11 ആണ്, ഡി 4 ആണ്. 11 4 കൂടെ കൂട്ടിയാൽ 15 കിട്ടും. അതവിടെ നിൽക്കട്ടെ, അടുത്ത ഓപ്ഷനോടെ നോക്കാം. ജെ 10 ആണ്, സി 3 ആണ്. 10 3 കൂടെ കൂട്ടിയ 11 വെട്ടാം. അപ്പോൾ ഇത് 15 കിട്ടുന്നുണ്ട്. 10 ആണ് നമ്മുടെ ഉത്തരം. കെ ഡി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനുകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി.